ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു പാനിലോട്ട് കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും പിന്നെ നല്ല പച്ച ചെമ്മീനും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അനുവിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബീട്രൂട്ട് തന്നെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ട് നരഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടും കിടന്നൊന്ന് മൂത്ത് വരട്ടെ. കടുകൊക്കെ ഒന്ന് പൊട്ടി ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പം സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളേൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയതാണെങ്കിൽ ഒരെണ്ണം തന്നെ എടുത്തോളൂ, അത് ചെറുതായിട്ട് നരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമായിട്ട് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി വീണ്ടും സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട, സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പം എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പം തന്നെ ഏകദേശം സവാളയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിയൊരു തക്കാളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 1.5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പാകം വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെക്കുവാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു വട്ടം ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ അമർത്തുമ്പോഴേക്കും ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ കുഴഞ്ഞ് കിട്ടണം. ഈ ഒരു പരുവത്തിനാണ് വഴറ്റിയെടുക്കേണ്ടത്. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് മസാലകൾ തന്നെയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് വരെയാണ് ഒന്ന് വഴറ്റി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ ഇവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കുറച്ച് ചെമ്മീനാണ് കേട്ടോ. അതായത് നമ്മുടെ പച്ച ചെമ്മീൻ തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, ഈ ചെമ്മീൻ്റെ കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. ബീട്രൂട്ട് അതുപോലെ നോക്കാതെ ഇങ്ങനെ ഇത് കഴിച്ചോളും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതാണ്ടേ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ മസാലയായിട്ട് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം.
ഇപ്പോൾ ഇതാണ്ട് ഞാൻ നല്ലപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കാം. വീണ്ടും ഉപ്പ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഇതുപോലെ മിക്സ് ആക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ ചെമ്മീനകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ ബീറ്റ്റൂട്ടും ചെമ്മീനും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടും. എക്സ്ട്രാ വെള്ളമൊക്കെ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. കണ്ടോ, അതിനകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം കണ്ടോ, നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയും വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ളം ഒന്നും അഡീഷണൽ ചേർത്തിട്ടില്ല. അപ്പം കുറച്ചും കൂടി ചെമ്മീനൊക്കെ ഒന്ന് വേവാനുണ്ട്. അപ്പം അതൊന്ന് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ അടച്ച് വെക്കുകയാണ്. ഇപ്പോഴും കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. പക്ഷെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റുന്ന വരെയും വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോഴും കുറച്ചും കൂടെ വെള്ളം വറ്റി വരാനുണ്ട്. ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളവും കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട് നമ്മുടെ ചെമ്മീനും നമ്മുടെ ആ ഒരു ബീറ്റ്റൂട്ടും കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു കറിയാണ്, ഒരു സൈഡ് ഡിഷാണ്. അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീനും ബീറ്റ്റൂട്ടിൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ബീറ്റ്റൂട്ടും ചെമ്മീനും ചേർത്തിട്ട് ഇതുപോലെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുക എപ്പോഴും. കാര്യം ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. വേറെ ഒരു കറിയും വേണമെന്നൊന്നുമില്ല, ഇത് മാത്രം മതിയാവും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ടും ചെമ്മീനുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.